ഹലോ ഡിയർ ഫ്രണ്ട്സ്, തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് എന്ന സ്ഥലത്ത് നാലുമണിക്കാറ്റ് എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് ഒരു ചിൽഡ്രൻസ് പാർക്കാണ്. ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള ഒരുപാട് റൈഡുകളും മറ്റുമുണ്ട്. കുട്ടികൾക്ക് എൻ്റർടൈൻ ചെയ്യാനും ഒരു ഈവനിങ് ടൈമിൽ ഫാമിലിയോടൊത്ത് എല്ലാവർക്കും കൂടി ഒന്ന് കുറച്ച് നേരം ശ്രമിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലേസാണ് നാലുമണിക്കാറ്റ്. ഇവിടെ എൻട്രൻസ് ഫീ ഉണ്ട്. എൻട്രൻസ് ഫീ കൊടുത്തു വേണം നമ്മൾ പാർക്കിലേക്ക് പ്രവേശിക്കാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു ചെറിയൊരു പാലത്തിലൂടെയാണ് അങ്ങോട്ട് കിടക്കുന്നത്. ചുറ്റും പുഴകളും ആയിട്ടുള്ള വെള്ളക്കെട്ടൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ സ്ഥലമാണിത്. അപ്പോൾ അവിടെ നല്ല ഭംഗിയിൽ ലൈറ്റ് കൊണ്ട് അറേഞ്ച് ചെയ്തിട്ട് ഉള്ള ഒരു ബോട്ട് നമ്മൾ ആദ്യം തന്നെ കണ്ടു. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ആദ്യം കണ്ടത് കുട്ടികളൊക്കെ ഡാൻസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അവിടെ ഒരു സ്റ്റേജ് പോലെ ഉണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും പാർട്ടി കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താൻ പറ്റും. പിന്നെ ഈ കയറി വരുന്ന ഭാഗത്ത് സിറ്റിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലുമായിട്ട് ചെയർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കടന്നു വന്നത് ഒരു ഏരിയയിലേക്കാണ്. ഈ ഏരിയയിൽ നിന്ന് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും പോകാം. ലെഫ്റ്റ് സൈഡിലായിട്ട് കയാക്കിങ്ങിനുള്ള ഒരു ഏരിയയാണ്. കയാക്കിംഗ് ഉണ്ട് അവിടെ. അതുപോലെ തന്നെ പലതരം ബോട്ടുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഒരാൾക്ക് കയറുന്നതിനായിട്ട് 50 രൂപയാണ് നമുക്ക് ആ ബോട്ടിങ്ങിനായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഉള്ളത്. പിന്നെ കയാക്കിങ്ങിനാണെങ്കിൽ ഒരു 100 രൂപയായിരിക്കും ഓരോരുത്തർക്കും വേണ്ടി വരിക. ഇപ്പോൾ ഈ ഞങ്ങൾ എത്തിയത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുട്ടാണ് എല്ലായിടത്തും. അപ്പോൾ അതിൻ്റെ ഭംഗി ശരിക്കും പറഞ്ഞാൽ നന്നായിട്ടൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല. എങ്കിലും നൈറ്റ് ആണെങ്കിൽ പോലും ഞങ്ങൾ ഒരു വഞ്ചിയിലായിട്ട് കയറാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ വഞ്ചിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ വഞ്ചിക്കാരനും അതുപോലെ തന്നെ ആളുകളൊക്കെ ഫില്ലായി കഴിഞ്ഞാൽ വഞ്ചി എടുക്കും. അതുവരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ വളരെ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. കണ്ടോ, ലൈറ്റുകൾ കൊണ്ട് അറേഞ്ച് ചെയ്തിട്ടായിരുന്നു. അതിന് മുമ്പായിട്ട് ഒരു ലൈഫ് ജാക്കറ്റ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ലൈഫ് ജാക്കറ്റിനായി എല്ലാവരും ക്യൂവിലാണ്. ഓരോരുത്തർക്കായിട്ട് ഓരോ സൈസുകളിലുണ്ട്. കുട്ടികൾക്കായിട്ട് പ്രത്യേകം അവരുടെ സൈസുകളിലും ലൈഫ് ജാക്കറ്റ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇട്ടു. എല്ലാവരും റെഡി ആയി കഴിഞ്ഞപ്പോൾ ബോട്ടിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ബോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വഞ്ചിയായിരുന്നു അന്നുണ്ടായിരുന്നത്. നൈറ്റ് ആയതുകൊണ്ടാണ് കയാക്കിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഒന്നും അത്രയിലായതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സൈഡിൽ ബോട്ടിങ്ങിനും അടുത്ത സൈഡിൽ നെക്സ്റ്റ് കുറച്ചുകൂടി ഒരു പാസേജ് കൂടി ഉണ്ട് അവിടെ. ആ പാസേജിൽ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് കുട്ടികൾക്കായിട്ടുള്ള പാർക്കിൽ പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ കയറിയതിന് ശേഷം പിന്നെയും കുറച്ച് പേര് കൂടെ വന്നിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഫില്ലായപ്പോഴാണ് തോണിക്കാരൻ വഞ്ചി എടുത്തത്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം അത് മൂവായി. അത്യാവശ്യം ഞങ്ങൾ മൊത്തം കണ്ടു. പക്ഷേ ഒരു നൈറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ വ്യൂസൊന്നും നമുക്ക് അത്ര സുഖമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നല്ല ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കാറ്റൊക്കെ ആയിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റി. തിരിച്ച് തോണി വന്ന സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നു. ഓരോരുത്തരായിട്ട് ഇറങ്ങാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും കൂടെയുള്ള തോണിയിലുള്ള യാത്ര. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സൈഡിലേക്ക് പോവാണ്. 2 ഡക്ക് അവിടെ കൂടെ പാസ് ചെയ്യുന്നത് കണ്ടു. ലൈറ്റ്സ് കൊണ്ട് അറേഞ്ച് ചെയ്ത് വളരെ ഭംഗിയായിട്ടായിരുന്നു ഒരു ബോട്ട് അവിടെ കൊണ്ടുവച്ചിരുന്നത്. അത് എനിക്ക് തോന്നുന്നു ട്രാവലിങ്ങിന് വേണ്ടിയിട്ടുള്ളതല്ല, ജസ്റ്റ് ഒരു ഷോക്കി ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു വഞ്ചിയായിരുന്നു തന്നെയാണ് തോന്നിയത്. അത് കഴിഞ്ഞ് ഈ ഒരു ചെറിയ പാസേജിലൂടെയാണ് നമ്മൾ നെക്സ്റ്റ് സൈഡിലേക്ക് പോകുന്നത്. 2 സൈഡിലും വെള്ളക്കെട്ടാണ്. അത് കഴിഞ്ഞ് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ സ്ലൈഡ് തന്നെ അത്യാവശ്യം ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഒരു ബോട്ടിൻ്റെ ഷേപ്പിൽ ഒരു ഐസ്ക്രീം ഷോപ്പാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. കാണാനുള്ള ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു കുട്ടികൾക്ക് കാണാനും കളിക്കാനും എൻജോയ് ചെയ്യാനുമുള്ള ഒരു സ്ഥലമാണത്. കുട്ടികൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഫാമിലി ആയിട്ട് വരുമ്പോൾ മുതിർന്നവർക്ക് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാനുള്ള കുറേ ചെയറുകളൊക്കെ അവൈലബിൾ ആണ്. ഈ ടൈം ആണെങ്കിൽ പോലും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ മോനിവിടെ വളരെയധികം എൻജോയ് ചെയ്യാണ്.
കുറച്ച് കുട്ടികൾ കൂടി അവിടെ ഉണ്ടായിരുന്നു. ഒരു ഹോൾസിൻ്റെ ഷേപ്പിലുള്ള ഒരു സീറ്റിംഗ് ആണിത്. 3 കുട്ടികൾക്ക് വരെ വേണമെങ്കിൽ ഈ ഹോൾസിൻ്റെ പുറത്ത് ഇരിക്കാം. പിന്നെ അതുകൂടാതെ തന്നെ വേറെയും കുറേ ഷേപ്പുകളിലായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ റൈഡുകൾ ഉണ്ടായിരുന്നു. ഇതൊരു പാസേജാണ്. ഇതിൻ്റെ 2 സൈഡിലും പറഞ്ഞതുപോലെ തന്നെ വെള്ളമാണ്, അതായത് പുഴയാണ്. അത് കഴിഞ്ഞ് നമ്മൾ എത്തിച്ചേരുന്നത് ഒരു ഏരിയയിലാണ്. ആ ഏരിയയിലാണെങ്കിൽ അവിടെ ചെയറുണ്ട്, അതുപോലെ തന്നെ ഒരു ബെഞ്ച് പോലെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് അതിൻ്റെ വ്യൂ ഒക്കെ കാണാൻ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാം. നമുക്ക് പ്രൈവസി ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു പ്രൈവസി നമുക്ക് ഇങ്ങോട്ട് മാറി നിന്നാൽ കിട്ടുന്നതാണ്. VR-ലൂടെ വ്യൂ ചെയ്യുന്നതിന് അവർ 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഓരോ ആൾക്കാർക്കും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരു 3 പേരെങ്കിലും ഞങ്ങളതിൽ വ്യൂസ് കണ്ടു. 3 ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഹൊറർ സെലക്ട് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ ഫിഷിൻ്റെ ഷേപ്പിലുള്ള ഒരു ഐസ്ക്രീം പാർലർ. ഇപ്പോൾ ഇവിടെ നിന്ന് രാത്രി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞു. കടയിൽ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ബെഞ്ചൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങി അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്ത് കടന്നു. പുറത്താണെങ്കിൽ ഒരുപാട് ഷോപ്സുകളുണ്ട്. തൃശ്ശൂരിലെ ഫാമിലിയായി വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലേസാണ് നാലുമണിക്കാറ്റ്.